സങ്കീർത്തനങ്ങൾ 36:1-3 വരെ ഇങ്ങനെ പറയുന്നുണ്ട്. ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു, അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കരവും വഞ്ചനയുമാണ്. വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. എത്ര സത്യമാണല്ലേ ഈ വാക്കുകൾ. എറണാകുളം വിമത പ്രശ്നം ഒരിക്കലും അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന യൂദാസുകളാണ് നവമെത്രാന്മാർ. ഇപ്പോൾ ആ വേഷമാണ് അവർ കെട്ടിയാടുന്നത്. തിന്മയെ സ്നേഹിക്കുകയും നന്മയെ വെറുക്കുകയും ചെയ്യുന്ന ശക്തികളാണിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നതിലൊരു ബുദ്ധിമുട്ടുമില്ല. സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്നും പശ്ചാത്താപ വിവശനായി പിതാവിൻ്റെ പക്കൽ മടങ്ങി വന്നപ്പോഴാണ് പിതാവ് സ്വീകരിച്ചത്. പിതാവ് പുത്രനെ തേടി പന്നിക്കുഴിയിൽ പോയില്ല. ഇവിടെ നവമെത്രാൻ സമിതി സഭയെ ധിക്കരിക്കുന്ന വിമതരെ തേടി പന്നിക്കുഴികൾ കയറി ഇറങ്ങുന്ന കഷ്ട കാഴ്ചയാണ് കാണുന്നത്. പശ്ചാത്തപിക്കുന്ന പാപിയോടാണ് കരുണ കാട്ടേണ്ടത്. സഭയെ വെല്ലുവിളിക്കുന്ന അനുസരണം കിട്ട ധൂർത്തപുത്രന്മാർ അനുതപിക്കാത്ത കാലത്തോളം കരുണ അവർ അർഹിക്കുന്നില്ല. അവർ അർഹിക്കുന്ന ശിക്ഷ നൽകി പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിമത പുരോഹിതരെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതിന് അമാന്തം കാട്ടുന്ന മെത്രാൻ സംഘം സിനഡ് വിശ്വാസികളെ വഞ്ചിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതാ ഭരണം പാംപ്ലാനി എന്ന വിമത മെത്രാനെ ഏൽപ്പിച്ചിട്ട് കൈ കഴുകാൻ അങ്ങനെ സിനഡ് മെത്രാന്മാർക്ക് ഒരിക്കലുമാകില്ല. അവർക്കുമുണ്ട് ഉത്തരവാദിത്വങ്ങൾ. വിമതരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് പ്രചരിപ്പിക്കുന്നത് പാംപ്ലാനിയുടെ കപടതയാണ്. ആരെ ബോധിപ്പിക്കാനാണിത്? എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്നത് സമവായമോ ഒത്തുതീർപ്പോ ഏകീകൃതമോ ഒന്നുമല്ല. സഭാപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ട് നടക്കുന്ന വിമത പ്രീണനമാണ്. അത് അനീതിയാണ്, സഭാവിരുദ്ധതയാണ്. സാധുവായ കുർബാനയിൽ പങ്കെടുക്കാനുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ അവകാശം അത് നിഷേധിക്കുന്ന മെത്രാന്മാർ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിലും മെത്രാൻ വിശ്വാസി സമൂഹത്തിലും. ഇതേ മെത്രാൻ സ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയാത്തവർ ആ മെത്രാൻ പദവി ഒഴിയുകയാണ് വേണ്ടത്. മെത്രാൻ സമിതിയുടെ പൊറാട്ട് നാടകങ്ങൾ ഇനി എത്ര കാണണം? വിശ്വാസികൾ മടുത്തു. ഇനിയും വിശ്വാസികളുടെ ക്ഷമ പരീക്ഷിക്കാനാണ് മെത്രാൻ സമിതിയുടെ തീരുമാനമെങ്കിൽ മെത്രാൻ സമിതിയുടെ വില തന്നെ പോകുന്ന അവസ്ഥയായി മാറും ഇനി. എന്തായാലും വേലി തന്നെ വിളവ് തിന്നുന്ന ഈ കാലത്ത് സഭയിൽ വ്യക്തമായ നിലപാടുകളില്ലാത്ത ഒരു വിഭാഗം ഈ മെത്രാന്മാർ തന്നെയാണ്. എങ്ങോട്ടാണ് ഇവരുടെ പോക്ക്? എന്തിനാണിവർ വിമത വൈദികരെ തേടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്ന് ആശീർവദിക്കുകയും അവരെ തോളിൽ കൈയിടുകയും ഒപ്പം കൊണ്ട് നടക്കുകയും ചെയ്യുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ആ ഒരു പ്രമാണം ഈ സഭയിൽ എന്താണോ നടപ്പാക്കാൻ പാടില്ലാത്തത് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കയ്യൂക്കുള്ളവർ എന്തും ചെയ്യുമെന്നാണ് ഈ വിമത മെത്രാന്മാരുടെ ധാരണ. മെത്രാന്മാരാകട്ടെ വിമത വൈദികരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ സദാ ഉത്സുകരാണ്. മെത്രാന്മാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സദാ സന്നദ്ധരാണ് ഈ വിമത വൈദികരും കൂട്ടരും. അൽമായ മുന്നേറ്റം എന്നൊക്കെ പറയാമെങ്കിലും വിമത അൽമായർ എന്ന് തന്നെ അവരെ പറയണം. അവർ വിമതരായത് വിശ്വാസികളോട് വിമതരായതല്ല, സഭയുടെ വിമതരാണ്, സഭയോടുള്ള വിമതരാണ്, സഭയോട് എതിർപ്പ് കാണിക്കുന്നവരാണ്. സഭ വേണ്ട എന്ന് പറഞ്ഞ് സഭാ നടത്തിപ്പുകളെ, സഭാ വ്യവസ്ഥയെ, കാനോനിക നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി തള്ളിക്കളയുന്നവരാണ്. അവർക്ക് വേണ്ടത് പുതിയൊരു സഭയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളും. പക്ഷേ വിശ്വാസികളുടെ മനസ്സ് തകർക്കുന്ന, അവരുടെ കണ്ണിൽ കണ്ണുനീർ ഒലിപ്പിക്കുന്ന ഒരു പ്രവൃത്തിക്കും ഒരു അൽമായനും മുതിരരുത് എന്നാണ് മെത്രാൻ സംഘത്തോടെങ്കിലും ഒന്ന് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മെത്രാൻ സംഘത്തിന് മാത്രമാണ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുമുള്ള കൽപ്പനകൾ ലഭിക്കുന്നത്. കേരളത്തിലെ അതിരൂപതകളെ നേർവഴിക്ക് നയിക്കേണ്ടത് മെത്രാൻ സംഘമാണ്. മെത്രാൻ സംഘം കൈവിട്ടു പോയാൽ, അവർ തന്നെ ചില ഉപജാപക വൃന്ദങ്ങളുടെ കയ്യിൽ പെട്ടുപോയാൽ പിന്നെ എന്താകും സഭയുടെ അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സഭാ മക്കൾ കേഴുകയാണ്. വത്തിക്കാൻ പറയുന്ന അൾത്താര അഭിമുഖ കുർബാന, ഏകീകൃത കുർബാന, അത് നടപ്പാക്കാൻ എന്താണ് താമസം, എന്താണ് ബുദ്ധിമുട്ടെന്ന് അതെങ്കിലും ഒന്ന് വിശ്വാസികളുടെ മുന്നിൽ വിവരിക്കാൻ പരിശുദ്ധ പിതാക്കന്മാർ തയ്യാറാകണം.
ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് പാമ്പ്ലാനി പലതവണ പറയുന്നുണ്ട്, പല വേദികളിലായി പറയുന്നുണ്ട്. ആ ശബ്ദ സന്ദേശം പലയിടത്തായി പരക്കുന്നുമുണ്ട്. പക്ഷേ വാക്കിൽ മാത്രമേ ഉള്ളൂ ഏകീകൃതം. പാമ്പ്ലാനിയുടെ പ്രവൃത്തിയിൽ ഒരു ഏകീകൃതവുമില്ല. എല്ലാം വിമതഹിതമാണ്. ജനാഭിമുഖ കുർബാന എന്നല്ല പറയേണ്ടത്, വിമതഹിത കുർബാന എന്ന് വേണം അതിനെ വിളിക്കാൻ.